+1 ഫിസിക്സ് യൂണിറ്റ് 5 ലോസ് ഓഫ് മോഷൻ്റെ ക്വിക്ക് റിവിഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് ടോപ്പിക് ദി ലോ ഓഫ് ഇനർഷ്യ ആണ്. The inability of a body to change by itself, its state of rest or uniform motion along a straight line is called inertia. That means റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കുന്ന ഒരു ബോഡിക്ക് അതിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിയാണ് ഇനർഷ്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമാണ് അതിൻ്റെ സ്റ്റേറ്റിന് മാറ്റം സംഭവിക്കുന്നുള്ളൂ. എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ അതിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസിയാണ് ലോ ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഇനർഷ്യ ആയിട്ട് റെസ്റ്റ് എന്ന് പറയുന്നത് റെസ്റ്റിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് അതിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിയാണ്. ഇനർഷ്യ ഓഫ് മോഷൻ മീൻസ് മൂവിങ് ബോഡിക്ക് റെസ്റ്റിലേക്ക് സ്വയമേവ റെസ്റ്റിലേക്ക് വരാനുള്ള ഇന്നബിലിറ്റിയാണ് ഇനർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മൂവിങ് ബോഡിക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ പാസഞ്ചേഴ്സ് മുന്നിലോട്ട് ആയുന്നതിൻ്റെ കാരണം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ ലോ ഓഫ് ഇനർഷ്യ എന്നും കൂടെ നമ്മൾ വിളിക്കും. എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ along a straight line unless it is acted upon by some external force to change that state. അപ്പോൾ റെസ്റ്റിലായിരിക്കുന്ന അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതുവരെ അതിനെ അതേ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസിയാണുള്ളത്. ആ ബോഡി അതേ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ന്യൂട്ടൺസിൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ ലോ ഓഫ് ഇനർഷ്യ എന്നും കൂടെ നമ്മൾ വിളിക്കുന്നുണ്ട്. ന്യൂട്ടൺസിൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിഫൈൻ ചെയ്യുന്ന ഇനർഷ്യ എന്ന് പറഞ്ഞൊരു ടേമാണ്. ഇനി നെക്സ്റ്റ് ഈസ് മൊമെൻറ്റം. ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മൊമെൻറ്റം പോസസ്ഡ് ബൈ എ മൂവിങ് ബോഡി P vector which is equal to mv vector. ഒരു മൂവിങ് ബോഡിയിൽ ഉണ്ടാകുന്ന മോഷൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ മൊമെൻറ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ലീനിയർ മൊമെൻറ്റം ആണ് വരുന്നത്. ലീനിയർ മൊമെൻറ്റം P vector which is equal to m into v vector ആണ് വരുന്നത്. ഇത് ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് നോക്കാം. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി ബോഡി ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഓൾവേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് അപ്ലൈഡ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും വരുന്നത്. അപ്പോൾ അത് പ്രകാരം ദാറ്റ് മീൻസ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എഫ് വെക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു dp/dt ആണ്. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കൂടിയാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു ടേമാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. An impulse occurs when a force F acts over an interval of time delta t is given by I which is equal to F into delta t. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പൾസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ ഷോർട്ട് ടൈം പീരീഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ലാർജസ്റ്റ് ഫോഴ്സ് ആണ് എന്ത് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിക്കറ്റ് ബോൾ വന്നു ക്യാച്ച് ചെയ്യുമ്പോൾ കൈയൊന്ന് പിറകിലോട്ട് വലിച്ചിട്ട് ക്യാച്ച് ചെയ്യുന്നതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ കേട്ടോ. അതേമാതിരി ചുറ്റിക കൊണ്ട് ആണിടിക്കുന്നതൊക്കെ ഇമ്പൾസിൻ്റെ ഒരു സിറ്റുവേഷനാണ്. ഇമ്പൾസ് ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസാണ്. ന്യൂട്ടൺസിൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് ആക്ഷൻ ചെയ്താലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു ബോഡി ഇവിടെയുണ്ട്, ബി എന്ന് പറഞ്ഞൊരു ബോഡി. എ എന്ന് പറഞ്ഞ ബോഡി ബിയിലെ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സും ആണ് FAB എന്ന് പറയുന്നത്. ദെൻ FBA വെക്ടർ മീൻസ് എന്താണ് ഫോഴ്സ് exerted by B on A. ഓക്കെ, അത് രണ്ടും എന്താ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് FAB വെക്ടർ ഈക്വൽ ടു നെഗറ്റീവ് FBA വെക്ടർ. ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കാനുള്ള കാരണം തന്നെ എന്തുകൊണ്ടാണ്? അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ന്യൂട്ടൺസിൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്.
എർത്തും മൂണും തമ്മിലുള്ള ബന്ധം അങ്ങനെ തന്നെയാണ്. മൂൺ പുൾസ് ദി എർത്ത്, അതേപോലെ തന്നെ എർത്ത് പുൾസ് ദി മൂൺ. അവർ രണ്ടുപേരും സെയിം ഫോഴ്സിലാണ് പരസ്പരം പുൾ ചെയ്യുന്നത്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ടാണ് എർത്തും മൂണും അങ്ങനെ തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. Conservation of momentum. If no external force acts on a system of particles, their total linear momentum remains conserved. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും. അതിന് പ്രൂഫും നമ്മൾ പറയുന്നുണ്ട്. സെക്കൻഡ് ലോയുടെ ബേസിൽ പറയുമ്പോൾ എന്താണ് സെക്കൻഡ് ലോ പറഞ്ഞിരിക്കുന്നതാണ് എഫ് എക്സ്റ്റേണൽ വിച്ച് ഇസ് ഈക്വൽ ടു dp/dt എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ എഫ് എക്സ്റ്റേണൽ പറഞ്ഞ ടൈം ഇവിടെ 0 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ dp/dt എന്ന് പറഞ്ഞ ടൈം ഓട്ടോമാറ്റിക്കലി 0 ആയിരിക്കും. ഒരു ടൈമിൻ്റെ ഒരു ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് 0 മീൻസ് ആ ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആണെന്നാണ് അർത്ഥം. dp/dt 0 മീൻസ് പി എന്ന് പറഞ്ഞ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് അർത്ഥം. അങ്ങനെ പറഞ്ഞിട്ടാണ് അവിടെ പ്രൂഫ് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് ലോയുടെ ബേസിൽ പറയുന്നത് കൊളിഷൻ ആണ് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നത്. ബിഫോർ കൊളിഷൻ നമ്മൾ ടോട്ടൽ മൊമെൻറ്റം കാണുന്നു m1u1 പ്ലസ് m2u2. അതേപോലെ തന്നെ ആഫ്റ്റർ കൊളിഷൻ m1v1 വെക്ടർ പ്ലസ് m2v2 വെക്ടർ. അത് രണ്ട് ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതി വയ്ക്കുന്നു. ബിഫോർ കൊളിഷനും ആഫ്റ്റർ കൊളിഷൻ ടോട്ടൽ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഡ്യൂറിങ് കൊളിഷൻ ഉണ്ടാകുന്ന ആ ഫോഴ്സുകൾ, രണ്ട് ബോഡിയിലും എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് എന്തായിരിക്കും? ന്യൂട്ടൺസിൻ്റെ തേർഡ് ലോ പ്രകാരം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോ പ്രകാരം ന്യൂട്ടൺസിൻ്റെ തേർഡ് ലോ പ്രകാരം ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ബിഫോർ കൊളിഷനും ആഫ്റ്റർ കൊളിഷനും സെയിം ആണ് എന്നുള്ളത് കിട്ടും. കൺസർവ്ഡ് ആണെന്നുള്ളത് തെളിയിക്കുകയാണ്. പിന്നെ റിക്കോയിൽ ഓഫ് ഗൺ എന്ന് പറയുമ്പോൾ ബുള്ളറ്റ് ലാർജ് വെലോസിറ്റി കൂടിയിട്ട് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ആ ബുള്ളറ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബാക്ക്വേർഡ് മൊമെൻറ്റം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഉള്ള മൊമെൻറ്റം ബുള്ളറ്റിൽ എക്സെർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബുള്ളറ്റ് ചെറിയൊരു വെലോസിറ്റിയിൽ ബാക്കിലേക്ക് മൂവ് ചെയ്യും. അതാണ് റിക്കോയിൽ വെലോസിറ്റി. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. വി വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു എം വി വെക്ടർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എം. ഫ്രിക്ഷൻ എന്ന് പറയുന്ന രണ്ട് സർഫസുകൾ, കോൺടാക്റ്റിൽ വരുന്ന രണ്ട് സർഫസുകൾക്കിടയിലുള്ള ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് ചവിട്ടുന്ന ഡ്രൈവിംഗ് ഫോഴ്സ്, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് റെസിസ്റ്റീവ് ഫോഴ്സാണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി ആക്ച്വൽ മോഷൻ തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ആ ഒരു ബോഡി മൂവ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ബോഡി ആക്ച്വലി മൂവ് ചെയ്തതിന് ശേഷം വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് കൈനറ്റിക് ഫ്രിക്ഷൻ അഥവാ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സർഫസിൻ്റെ മുകളിൽ കൂടെ ആ ബോഡി ആക്ച്വലി സ്ലൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ മീൻസ് അത് റോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, ആ ബോഡി റോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് റോളിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. μs which is equal to, that means the coefficient of static friction μs, that is equal to Fs divided by n. Coefficient of kinetic friction μk which is equal to Fk divided by n. കുറച്ച് ഇക്വേഷൻസ് കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്ന ഒരു കാറാണ് കേട്ടോ. ആ കാറിൻ്റെ വെലോസിറ്റി വി മാക്സ് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് μx rg എന്നായിരിക്കും. ഓക്കെ, r ഇൻറ്റു ജി. r എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണ്. ജി മീൻസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. μs മീൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്, ദാറ്റ് മീൻസ് വളവുള്ള ഒരു സർഫസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാറിൻ്റെ വെലോസിറ്റി വി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് വെച്ചാൽ അതിൻ്റെ ആംഗിളാണ്. ഇനിയിപ്പോൾ അതിൽ നമ്മൾ ഫ്രിക്ഷനും കൂടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് μs ഡിവൈഡഡ് ബൈ 1 മൈനസ് μs ടാൻ തീറ്റ എന്ന് വരും. ഫ്രിക്ഷനും കൂടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. മോഷൻ ഓഫ് എ സൈക്ലിസ്റ്റ് എലോങ് എ കർവ്ഡ് പാത്ത് എന്ന് ചോദിച്ചാലും ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് എടുക്കുന്നത്. വി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
ആർ ഇൻറ്റു ജി ഇൻറ്റു ടാൻ തീറ്റ. ഓക്കെ, ഈ പ്രോബ്ലം ഡിസ്കഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു.